അപ്പോൾ ഇവിടെ പ്രേക്ഷകർക്ക് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇത് ബ്ലാസ്റ്റേഴ്സ് സോക്കർ. നാളെയാണ് ISL ജംഷഡ്പൂർ FCക്കെതിരെ സീസണിലെ 22ാം മത്സരത്തിന് ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങുന്നത്. നാളെ വിജയിച്ചാൽ മാത്രമേ പ്ലേ ഓഫിലേക്കുള്ള ഒരു ചെറിയ വഴിയെങ്കിലും ബ്ലാസ്റ്റേഴ്സിന് തുറന്നു കിട്ടുകയുള്ളൂ. എന്തായാലും ബ്ലാസ്റ്റേഴ്സ് നാളെ ജംഷഡ്പൂരിനെതിരെ ഇറങ്ങാൻ സാധ്യതയുള്ള ഒരു പോസിബിൾ ലൈനപ്പാണ് ഈ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കാനായിട്ട് പോകുന്നത്. അതിനുമുമ്പ് നമ്മുടെ ചാനൽ കണ്ടുപോകുന്ന ഏകദേശം 80% വരും ചാനൽ ഇതുവരെയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തില്ല. അതുകൊണ്ട് തന്നെ ദയവായി എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് ഇതിൻ്റെ വീഡിയോ തന്നെ കടക്കാം. എന്തായാലും പോസിബിൾ ലൈനപ്പിലേക്ക് കടക്കും മുമ്പ് ഇരു ടീമുകളും ആകെ എത്ര മത്സരങ്ങളിൽ ഏറ്റുമുട്ടി എന്ന് നമുക്കൊന്ന് പരിശോധിച്ച് പോകാം. ആകെ 16 മത്സരങ്ങളാണ് ഇരു ടീമുകളും തമ്മിൽ കളിച്ചിട്ടുള്ളത്. 16 മത്സരങ്ങളിൽ നിന്നും 5 എണ്ണത്തിൽ വിജയിച്ചത് ബ്ലാസ്റ്റേഴ്സ് ആണ്. 3 എണ്ണത്തിലാണ് ജംഷഡ്പൂരിന് വിജയിക്കാൻ സാധിച്ചത്. 8 മത്സരങ്ങൾ സമനിലയിലും കലാശിച്ചു. എന്തായാലും ഈ സീസണിലെ കണക്ക് നോക്കുകയാണെങ്കിൽ ആദ്യപാദ മത്സരത്തിൽ ഏറ്റുമുട്ടിയപ്പോൾ ജംഷഡ്പൂർ എതിരില്ലാത്ത ഒരു ഗോളിൻ്റെ വിജയം സ്വന്തമാക്കിയിരുന്നു. അത് അവരുടെ തട്ടകത്തിൽ വെച്ചായിരുന്നു ആ മത്സരം നടന്നത്. എന്തായാലും നാളെ ജംഷഡ്പൂർ FCക്കെതിരെ ബ്ലാസ്റ്റേഴ്സിന് പകവീട്ടാനുള്ള ഒരു മത്സരം കൂടിയാണ്. എന്തായാലും ബ്ലാസ്റ്റേഴ്സ് നാളെ വിജയിച്ച് കയറുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകരും. എന്തായാലും നാളെ ബ്ലാസ്റ്റേഴ്സ് വിജയിക്കാൻ തന്നെയായിരിക്കും ഇറങ്ങുക എന്നുള്ളൊരു കാര്യം ഇന്ന് നടന്ന പ്രീ മാച്ച് കോൺഫറൻസിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിശീലകനായ TG പുരുഷോത്തമൻ വ്യക്തമാക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർ ഇപ്പോൾ വലിയ ആവേശത്തിലുമാണ്. എന്തായാലും ബ്ലാസ്റ്റേഴ്സിൻ്റെ പോസിബിൾ ലൈനപ്പിലേക്ക് കടക്കുകയാണെങ്കിൽ പ്രധാനമായും 4 മാറ്റങ്ങളോടുകൂടിയായിരിക്കും നാളത്തെ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങുക. ഗോൾ കീപ്പറായി കമൽജിത്ത് തന്നെ അവിടെ തുടരും. സച്ചിൻ സുരേഷ് ഇതുവരെയും പരിക്കിൽ നിന്ന് മുക്തനായി തിരികെ എത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് കമൽജിത്തിനെ തന്നെ അവിടെ നമുക്ക് ഗോൾ കീപ്പറായി പ്രതീക്ഷിക്കാം. എന്നാൽ ഡിഫൻസിലേക്ക് എത്തുമ്പോൾ അവിടെ 2 മാറ്റത്തിന് സാധ്യതകൾ കാണുന്നുണ്ട്. ഡിഫൻസിലേക്ക് എത്തുമ്പോൾ ബ്ലാസ്റ്റേഴ്സിൻ്റെ പുതിയ സൈനിങ്ങായ ദുസാൻ ലഗാത്തോർ കഴിഞ്ഞ മത്സരത്തിൽ സ്റ്റാർട്ട് ചെയ്തിരുന്നു. എന്നാൽ ഈ മത്സരത്തിലേക്ക് എത്തുമ്പോൾ അധികം സ്റ്റാർട്ട് ചെയ്തേക്കില്ല എന്നാണ് നിലവിൽ അറിയാനായിട്ട് സാധിക്കുന്നത്. സെൻറ്റർ ബാക്കുകളായി നമുക്ക് മിലോസിനെയും അതുപോലെ തന്നെ ഹോർമിപാമിനെയും പ്രതീക്ഷിക്കാം. ഹോർമിപാമിന് കഴിഞ്ഞ മത്സരം കളിക്കാൻ സാധിച്ചിരുന്നില്ല. താരത്തിന് സസ്പെൻഷൻ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഈ മത്സരത്തിലേക്ക് എത്തുമ്പോൾ താരം ആദ്യ ലെവലിലേക്ക് തന്നെ കടന്നു വരും. അതുപോലെ തന്നെ കഴിഞ്ഞ മത്സരത്തിൽ ഐബാൻ ഡോക്ലിംഗ് ആയിരുന്നു റൈറ്റ് ബാക്ക് കൈകാര്യം ചെയ്തത്. എന്നാൽ ഈ മത്സരത്തിലേക്ക് എത്തുമ്പോൾ ഐബാൻ ഡോക്ലിംഗ് സ്റ്റാർട്ട് ചെയ്തേക്കില്ല. ഐബാൻ പകരമായി നമുക്കവിടെ സന്ദീപ് സിംഗിനെ പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ ലെഫ്റ്റ് ബാക്കിൽ നവോച്ച തന്നെ തുടരും. അതുപോലെ തന്നെ ഇനി മിഡിലേക്ക് പോവുകയാണെങ്കിൽ 2 ഡിഫൻസീവ് മിഡ്ഫീൽഡേഴ്സായി നമുക്ക് വിപിനെയും അതുപോലെ തന്നെ ഡാനിഷിനെയും തന്നെ അവിടെ പ്രതീക്ഷിക്കാം. കഴിഞ്ഞ മത്സരത്തിലും അവർ മികച്ച പ്രകടനം നടത്തിയത് മികച്ചൊരു കോംബോ നമുക്ക് ഡാനിഷിലും അതുപോലെ തന്നെ വിപിനിലും കാണാൻ സാധിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഈ 2 താരങ്ങളും അവിടെ തുടരാനാണ് സാധ്യതകൾ കാണുന്നത്. അതുപോലെ തന്നെ ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ റോളിൽ നമുക്ക് ക്യാപ്റ്റൻ എഡ്രിയാൻ ലൂണയെ പ്രതീക്ഷിക്കാം. എന്നാൽ കഴിഞ്ഞ മത്സരത്തിൽ ഇടത് വിങ്ങിൽ നമ്മൾ കണ്ടത് അമാവിയായിരുന്നു. എന്നാൽ അമാവിയയ്ക്ക് പരിക്ക് കാരണം ഈ മത്സരം കളിച്ചേക്കില്ല എന്നാണ് നിലവിൽ അറിയാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ അമാവിയയ്ക്ക് പകരമായി നമുക്കിവിടെ മുഹമ്മദ് ഐമനെ പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ വലത് വിങ്ങിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ കോറു സിംഗ് തന്നെ തുടരും. അതുപോലെ തന്നെ മുന്നേറ്റ നിരയിൽ ജീസസ് സിമനസ് ആയിരിക്കുമെന്നാണ് നമ്മൾ നിലവിൽ പ്രതീക്ഷിക്കുന്നത്. എന്നാൽ ജീസസ് സിമനസിന് നിലവിൽ പരിക്കാണെന്ന് അറിയുന്നുണ്ട്. ജീസസ് സിമനസ് കളിക്കാനുള്ള സാധ്യതകൾ കുറവാണ്. എന്തായാലും അദ്ദേഹം കളിക്കുമോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് നാളെ മാത്രമേ അറിയാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് ചിലപ്പോൾ അവിടെ പെപ്രയും പ്രതീക്ഷിക്കാം. ജീസസ് ഇല്ലെങ്കിൽ പെപ്രയായിരിക്കും കളിക്കുക. ജീസസ് ഉണ്ടെങ്കിൽ അദ്ദേഹം തന്നെ സ്റ്റാർട്ട് ചെയ്തേക്കും എന്നാണ് നിലവിൽ അറിയാനായിട്ട് സാധിക്കുന്നത്. എന്തായാലും പ്രധാനമായും 4 മാറ്റങ്ങളോടുകൂടിയായിരിക്കും ബ്ലാസ്റ്റേഴ്സ് നാളെ ഇറങ്ങുക. എന്തായാലും മികച്ചൊരു വിജയം തന്നെ ബ്ലാസ്റ്റേഴ്സിന് നേടിയെടുക്കാൻ സാധിക്കട്ടെ എന്ന് തന്നെ നിലവിൽ നമുക്ക് പ്രാർത്ഥിക്കാം. എന്തായാലും ബ്ലാസ്റ്റേഴ്സിൻ്റെ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ലൈനപ്പൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. കൂടാതെ നാളത്തെ മത്സരത്തിലെ സ്കോർ എന്ന് പ്രവചിക്കാൻ സാധിക്കുമെങ്കിൽ അതും ചെയ്തേക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരേക്കും ബൈ ബൈ.